മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിനെ മെസ്സി അടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചൂരന്മല ദുരന്തം, അതിന് ലീഗിന്റെ ആ തട്ടിപ്പ്, അതൊക്കെ നന്നായിട്ട് കൊടുക്കും. അതൊക്കെ ജനങ്ങൾ കാണട്ടെ. മയക്കുമരുന്ന് അല്ല, ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. ഇതിങ്ങനെ നടന്നോളും. നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യങ്ങളും വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെൻറ്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാൽ ശരിയാണെന്ന് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർ തമ്മിലാണ് കരാറെന്ന് മന്ത്രി വ്യക്തമാക്കി. അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സ്പെയിനിലേക്ക് മന്ത്രി ഒറ്റയ്ക്കല്ല പോയത്, കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ പോയി വരുമ്പോൾ അതിന് ചിലവുണ്ടാകും. പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചിലവുണ്ടാക്കി? ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ വാർത്ത സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയില്ല. സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു. എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകും. സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത്. ഇതാണ് യാഥാർത്ഥ്യം. അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ചു കാണിച്ച് വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രദേശം കണക്കെടുത്തപ്പോൾ 13 ലക്ഷം ചെലവായിട്ടുണ്ട്. അതെന്തിനാണ് ചെലവായത്? ഇത് രണ്ടും രണ്ടല്ലേ? നമ്മൾ മെസ്സിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു? ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച്, സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായി. നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ, കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജന്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല, അർജന്റീന പോലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ ഓഫീസിൽ അവർ വന്നിരുന്നല്ലോ. റിയൽ മാഡ്രിഡിന് അവർക്ക് ഇവിടെ CCN മലപ്പുറം.